ഡിയർ ഫ്രണ്ട്സ്, ലിറ്റിൽ ക്യാപ്ചേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നാം കാണുന്നത് കുട്ടികളുടെ രചനകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാഗസിൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇത് വളരെ ലളിതമായ രീതിയിലാണ് ഇവിടെ വിവരിക്കുന്നത്. അതിനായി നമ്മൾ ഉബുണ്ടുവിൽ ആപ്ലിക്കേഷൻ ഓഫീസ് റൈറ്റർ എന്ന രീതിയിൽ തുറക്കുക. ആപ്ലിക്കേഷൻ ഓഫീസ് റൈറ്റർ അത് തുറന്നു വരും. ഇനി അതിൽ ക്രമീകരിക്കാനായിട്ട് അതിൻ്റെ പേജ് സെറ്റപ്പൊക്കെ ശരിയാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഒരു പുതിയ പേജ് അപ്പോൾ തുറന്നു വരും. അത് ഫോമാറ്റിൽ പോവുക, ഫോമാറ്റ് എടുക്കുക, ഫോമാറ്റിൽ പേജ് സെലക്ട് ചെയ്യുക. അവിടെ ബോർഡർ കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. അതിൻ്റെ തിക്നെസ്സും സ്റ്റൈലും കളറും ഒക്കെ അതിൽ നിന്ന് നമുക്ക് മാറ്റാം. അടുത്തതായി ഏരിയ സെലക്ട് ചെയ്യുക. അതിൽ കളർ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് ആ പേജിന് കളർ കൊടുക്കാം. അടുത്തതായി പേജ് സെലക്ട് ചെയ്യുക. അത് മാർജിൻ 2 ആണ് എല്ലാ സൈഡിലും ഇപ്പോൾ കിടക്കുന്നത്. അത് നമുക്ക് 1 എന്ന് കൊടുക്കാം. 4 സൈഡിലും മാർജിൻ്റെ താഴെ ലെഫ്റ്റ് റൈറ്റ് ടോപ്പ് ബോട്ടം ഇവിടെയൊക്കെ 1 സെൻറ്റിമീറ്റർ ആക്കി കൊടുത്ത് അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേജ് അങ്ങനെ തുറന്നു വരും. കളർ മാറിയിട്ടുണ്ട്, ബോർഡർ വന്നിട്ടുണ്ട്, മാർജിനുകൾ 1 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുട്ടികളുടെ രചനകൾ ചേർക്കുകയാണ് അടുത്ത പണി. ഇനി അതിനായി വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് കുട്ടികൾ വാട്സപ്പിലൂടെ അയച്ചു തരുന്ന അവരുടെ രചനകൾ നമുക്കതിൽ നിന്ന് കോപ്പി ചെയ്ത് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനായി മോസില്ല ഫയർഫോക്സിൽ പോയി വാട്സപ്പ് വെബ് എന്ന് ടൈപ്പ് ചെയ്യുക. വാട്സപ്പ് വെബ് അത് സെലക്ട് ചെയ്യുക. വാട്സപ്പ് വെബ് എന്ന് ആദ്യം തന്നെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു കോഡ് അവിടെ വരും. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ വാട്സപ്പിൻ്റെ മുകളിൽ കാണുന്ന 3 കുത്തുകളിൽ സെലക്ട് ചെയ്ത് അതിൽ വാട്സപ്പ് വെബ് തിരഞ്ഞെടുക്കുക. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഡീറ്റെയിൽസ് വാട്സപ്പ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് കുട്ടികൾ അയച്ചു തന്നിട്ടുള്ള രചനകൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നമ്മൾ തുറന്നു വെച്ച ലിബർ ഓഫീസ് റൈറ്ററിൽ വന്ന് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അവിടെ അത് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അതിനൊരു ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം. ഒന്നെങ്കിൽ കോപ്പി ചെയ്ത് അതിന് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ടത് ടൈപ്പ് ചെയ്യാം. മലയാളത്തിലാണെങ്കിൽ ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് എഴുത്തുപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. ഇനി ഈ വരികൾ കുറച്ച് റൈറ്റിലേക്ക് നീക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടീസിൽ പോയി പാരഗ്രാഫിൻ്റെ ഒക്കെ താഴെ ഇൻഡൻറ്റിൻ്റെ ഭാഗത്തായി കാണുന്ന അവിടെ വാല്യൂസ് കൊടുത്താൽ മതി. അത് റൈറ്റിലേക്ക് നീങ്ങും. പിന്നെ അത് സെലക്ട് ചെയ്ത് മുകളിൽ പോയി റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ സെൻറ്ററിലേക്കോ ഒക്കെ നീക്കാനായിട്ട് സാധിക്കും. ഇനി ഹെഡിങ്ങിനെ നമുക്ക് സ്പേസ് കീ ഉപയോഗിച്ചും നമുക്ക് നീക്കാനായിട്ട് സാധിക്കും. ഇഷ്ടമുള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ അലൈൻ കൊടുത്ത് ലെഫ്റ്റ് റൈറ്റ് അലൈനൊക്കെ കൊടുത്ത് നമുക്കിഷ്ടമുള്ള ഭാഗത്തേക്ക് അത് നീക്കാം. ഇനി നമുക്ക് ഈ കവിതയുടെ കളറ് ലെറ്റേഴ്സിൻ്റെ കളറ് മാറ്റണമെങ്കിൽ ഫോൺ കളറിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് മാറിയിട്ടുണ്ടാവും. ഫോൺ കളറാണ് അത് അതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ അത് വീണ്ടും നമുക്ക് എന്ത് മാറ്റം വരുത്തണമെങ്കിലും ആ ഭാഗം നമ്മൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് വരികളുടെ വലിപ്പം വരികളുടെ സ്പേസിങ് കൂട്ടാനായിട്ട് നമുക്കത് സാധിക്കും. ഇനി ഇവിടെ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് സ്റ്റാൻസ ഞാൻ നീക്കിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇതുപോലെ സെലക്ട് ചെയ്ത് നമുക്ക് ഇൻഡൻറ്റിൻ്റെ താഴെ കൂടുതൽ കൂട്ടിക്കൊടുത്ത് അതിനെ റൈറ്റിലേക്ക് നീക്കാം. അടുത്തതായി ഒരു ചിത്രമാണ് ചേർക്കേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അത് വാട്സപ്പിൽ ആ കുട്ടി അയച്ചു തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ചിത്രം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഇമേജ് എടുക്കുക.
കോപ്പി ചെയ്ത് നമ്മുടെ റൈറ്ററിലേക്ക് വന്ന് അത് എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുത്താൽ ആ ചിത്രം വരും. അത് അങ്ങ് നീക്കി വയ്ക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് തന്നെ അറേഞ്ച് ചെയ്യാം. വലുതാക്കണമെങ്കിൽ വലുതാക്കാം, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ചിത്രത്തിനെ നമുക്കിതിൻ്റെ ഇടയിലായിട്ട് അറേഞ്ച് ചെയ്യാം. കവിതയുടെ ഇടയിലായിട്ട് അറേഞ്ച് ചെയ്യണമെങ്കിൽ അവിടേക്ക് നീക്കി വെച്ച ശേഷം മുകളിൽ കാണുന്ന ഇഷ്ടമുള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്യാം. അതിലേക്ക് നീക്കി വെച്ച ശേഷം മുകളിൽ കാണുന്ന പേജ് റാപ്പ് എന്നുള്ളതിൽ ഓഫ് ചെയ്യുക, റാപ്പ് ഓഫ് ചെയ്യുക. അതുപോലെ അവിടെ ആങ്കറിൻ്റെ ചിഹ്നം കാണുന്നിടത്ത് ടു പേജ് എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇടയിലൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റും. അത് തിരിച്ചാക്കണമെങ്കിൽ പേജ് റാപ്പ് വീണ്ടും ഓൺ ചെയ്ത ശേഷം ആ ചിത്രത്തെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീക്കി വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു ചിത്രം ഇതുപോലെ ചേർക്കണമെങ്കിൽ ആ ചിത്രം സെലക്ട് ചെയ്ത ശേഷം കോപ്പി ഇമേജ് കൊടുക്കുക. അടുത്ത പേജിലേക്ക് അത് പേസ്റ്റ് ചെയ്യാം. എൻ്റർ കീ അമർത്തി കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് അത് വന്നോളും. അത് പേസ്റ്റ് ചെയ്ത ശേഷം ഇതുപോലെ തന്നെ ആങ്കറിൽ 2 പേജ് കൊടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അത് നീക്കി വയ്ക്കാം. അതിന് ഒരു ഹെഡിങ് കൊടുക്കണമെങ്കിൽ നേരിട്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫോമാറ്റ് ഇൻസേർട്ടിൽ ടെക്സ്റ്റ് ബോക്സ് എടുത്ത് അതിൽ നമുക്ക് ആവശ്യമുള്ള അതിനെ തലക്കിട്ട് കൊടുക്കാം. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, അങ്ങനെ ടൈപ്പ് ചെയ്ത് കയറ്റാം. അതെവിടേക്ക് വേണമെങ്കിലും അലൈൻ ചെയ്ത് അത് അങ്ങോട്ട് വേണമെങ്കിലും മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ പേജുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് അത് കൂടുതൽ ഭംഗിയാക്കാം. ഇങ്ങനെ എത്ര പേജ് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം. ഇനി ഇതിനെ നമ്മൾ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പേജുകളെ ഉണ്ടാക്കിയ പേജിനെ നമ്മൾ സേവ് ചെയ്യണം. നമ്മൾ ഇൻസേർട്ട് കൊടുത്ത് പേജ് നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അത് ആ ഒരു ഷീറ്റുകളിൽ നമ്പർ വരും. അതിനേക്കാൾ നല്ലത് നമ്മൾ ഓരോ PDF ഉണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് നമ്പർ കൊടുത്ത് അവസാനം അതിനെ മെർജ് ചെയ്യുന്ന ഒരു സങ്കേതമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒന്ന് സേവ് ചെയ്യാം. സേവ് ആസ് കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള പേര് അവിടെ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത് ഡിജിറ്റൽ മാഗസിൻ എന്നാണ്. അത് ടൈപ്പ് ചെയ്തു. ഞാൻ ഡോക്യുമെൻറ്റ്സിൽ അത് സേവ് ചെയ്തിട്ടുണ്ട്. മാഗസീനിൽ തന്നെ മാഗസിൻ എന്ന ഫോൾഡറിലേക്കാണ് സേവ് ചെയ്തത്. പിന്നീട് അതിന് എക്സ്പോർട്ടേഴ്സ് കൊടുത്ത് എക്സ്പോർട്ടേഴ്സ് PDF ക്ലിക്ക് ചെയ്യുക. അത് വീണ്ടും എക്സ്പോർട്ട് എന്ന് കൊടുക്കുക. നമുക്ക് പേര് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ ഡിജിറ്റൽ മാഗസിൻ എന്നത് തന്നെ മതി. എവിടെയാണ് അത് എക്സ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് അത് PDF ആയി അത് സേവ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹോമിൽ ഡോക്യുമെൻറ്റ്സിൽ മാഗസിൻ എന്ന ഫോൾഡർ തുറന്നാൽ ഞാൻ കുറച്ച് PDFകൾ ഞാൻ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഈ PDFകൾ എങ്ങനെയാണ് ഒരുമിച്ച് മെർജ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. അതിനായി ആപ്ലിക്കേഷൻ, ഓഫീസ്, PDF ഷഫ്ലർ എന്നത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്ലസ് സൈനിൽ ആഡ് ചെയ്യാൻ ആ ഫോൾഡർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഡോക്യുമെൻറ്റ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് സെലക്ട് ചെയ്ത ശേഷം മാഗസിൻ എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിലെല്ലാ PDFകളും കാണാം. ആ PDFനെല്ലാം Ctrl+A അമർത്തി എല്ലാം സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാതും നമുക്ക് ആ ഷഫ്ലറിലേക്ക് വരും. നമുക്ക് ആവശ്യമുള്ള പേജുകൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ സാധിക്കും. താഴത്തേക്കോ മുകളിലേക്കോ അല്ലെങ്കിൽ രണ്ടാമതായിട്ടോ മൂന്നാമതായിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ തീരുമാനത്തിനനുസരിച്ച് നമ്മളുണ്ടാക്കിയിട്ടുള്ള എല്ലാ PDF ഷീറ്റുകളെയും ഇതുപോലെ കറക്റ്റായി നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് അതിനെ അറേഞ്ച് ചെയ്യുക. എന്നിട്ട് അവിടെ സേവ് എന്നുള്ള ഇതിലേക്ക് എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ പേര് കൊടുക്കുക. എന്നിട്ട് എവിടെയാണ്, ഏത് ഫോൾഡറിലാണോ വേണ്ടത്. ഇപ്പോൾ ഡിജിറ്റൽ മാഗസിൻ എന്ന പേര് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ മാഗസിൻ എന്ന് പേര് കൊടുത്തു. അത് ഫൈനൽ എന്നുള്ള പേരാണ് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മാഗസിൻ എന്ന ഫോൾഡറിലേക്ക് തന്നെ അത് നമ്മൾ സേവ് കൊടുക്കുകയാണ്.
ഇനി നമുക്ക് അതെങ്ങനെ കാണാം എന്ന് തുറന്ന് നോക്കാം. ഡോക്യുമെൻറ്റ്സിൽ പോയി അത് മാഗസിൻ എന്ന ഫോൾഡർ എടുത്തു. ഇവിടെ ഡിജിറ്റൽ മാഗസിൻ ഫൈനൽ എന്ന PDF വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത എല്ലാ പേജുകളും അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ രചനകൾ ഉപയോഗിച്ച് ഓരോ ക്ലാസ് അടിസ്ഥാനത്തിലും ഒരു ഡിജിറ്റൽ മാഗസിൻ തയ്യാറാക്കാം. അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇത് കൂടുതൽ ഭംഗിയാക്കാം.